സ്വാഗതം. ഇന്നേ ദിവസം നാം അനുസ്മരിക്കുന്നത് അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെയാണ്. ഈശോ ഒരിക്കൽ ഒരു ശിശുവിനെ വിളിച്ച് ആരാണ് തങ്ങളിൽ വലിയവനെന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ മനസ്സു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ വിനീതനായിരിക്കുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ശിശുവാണത്രേ AD 69 എവോരിയൂസിന്റെ മരണത്തിനു ശേഷം അന്ത്യോക്യായിൽ മെത്രാനായത് എന്നൊരു പാരമ്പര്യം നിലനിൽക്കുന്നു. ഇഗ്നേഷ്യസ് തന്റെ അജഗണത്തെ വളരെ താല്പര്യപൂർവ്വം ഭരിച്ചു പോന്നു. അദ്ദേഹം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഒരു ശിഷ്യനും കൂടിയായിരുന്നതിനാൽ സിറിയയിലെ മെത്രാന്മാരെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശം തേടിയതിനു ശേഷം മാത്രമേ സമസ്തവും ചെയ്തിരുന്നുള്ളൂ. സാർവത്രിക സഭയെ വിശേഷിപ്പിക്കുന്നതിന് കാത്തോലികം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ്. സ്മിർനായിലെ വിശ്വാസികൾക്കായി അദ്ദേഹം എഴുതിയ കത്തിൽ ദിവ്യകാരുണ്യത്തോടുള്ള അനന്തമായ സ്നേഹം എടുത്തു കാണിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. എന്തെന്നാൽ അത് നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അവർ അറിയുന്നില്ല എന്നും വിശുദ്ധ ഇഗ്നേഷ്യസ് ഓർമ്മപ്പെടുത്തി. AD 105 ട്രാജൻ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചു. അദ്ദേഹം പാർഥിയ സമരത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ബിഷപ്പ് ഇഗ്നേഷ്യസിനെ വിളിച്ചു ചോദിച്ചു, ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിന്റെ നിയമം പഠിപ്പിച്ച് വഞ്ചിക്കുന്ന പിശാച് താങ്കളാണോ? ഞാൻ പിശാചല്ല. ദൈവദാസരെ കാണുമ്പോൾ പിശാച് ഓടുന്നു. ഞാൻ ഈശോയുടെ പുരോഹിതനാണ്. എനിക്ക് ജൂപ്പിറ്ററിന്റെ പിശാച് ആകേണ്ട എന്ന് ധൈര്യത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞു. ഉടനെ ട്രാജൻ കൽപ്പിച്ചു, ഇയാളെ റോമായിൽ കൊണ്ടുപോയി പൊതുവിനോദ ദിവസം വന്യമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായി നൽകുക. അദ്ദേഹം ഇങ്ങനെ പ്രതിവചിച്ചു, കർത്താവെ, അങ്ങയിലുള്ള വിശ്വാസത്തെ പ്രതി എന്റെ ജീവൻ ബലി ചെയ്ത് അങ്ങയിലുള്ള എന്റെ സ്നേഹം പ്രകാശിപ്പിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ചങ്ങലയിൽ പൂട്ടപ്പെട്ട വിശുദ്ധ ഇഗ്നേഷ്യസ് എഫേസ്യർക്ക് ഇങ്ങനെ എഴുതി, ഞാൻ എന്റെ കൈവിലങ്ങുകൾ ക്രിസ്തുവിനെ പ്രതി വഹിക്കുന്നു. അത് എനിക്ക് ഏതൊരു നിധിയേക്കാൾ ഞാൻ വിലമതിക്കുന്നു. അത് എനിക്ക് ആത്മീയ പവിഴമാലയാണ്. റോമാക്കാർക്ക് അദ്ദേഹം എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്. ഞാൻ ക്രിസ്തുവിന്റെ നിർമ്മല പൂരകമാകാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ കടിച്ചു പൊടിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചിലരെ അവ തൊടാറില്ല. അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. 107 ഡിസംബർ 20 അദ്ദേഹത്തെ സിംഹത്തിനിട്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ വലിയ അസ്ഥികൾ ഒഴികെ ബാക്കിയെല്ലാം സിംഹം തിന്നു. കർത്താവിനോടുള്ള വിശ്വാസത്തെ പ്രതി തന്റെ ജീവൻ സിംഹത്തിന് ഭക്ഷണമായി കൊടുത്ത് കർത്താവിനോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കുവാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ജീവിതം നമുക്കും പ്രചോദനമാവട്ടെ.